ഒന്നും ആലോചിക്കാണ്ട് കുറച്ച് നേരം പ്യുവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഒരു സിനിമ കാണണോ? അങ്ങനെ ഒരു കിടിലൻ സിനിമ ആമസോൺ പ്രൈമിൽ ഇറങ്ങിയിട്ടുണ്ട്. മൈൻഡ്ലെസ് ഫൺ എന്നൊക്കെ പറയില്ല, അതായത് ഭയങ്കര ഇതിന് കോംപ്ലക്സ് ആയിട്ട് നായകൻ അങ്ങോട്ട് പോയി അപ്പോൾ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ആ ടൈം ലൈൻ ഈ ടൈം ലൈൻ മൾട്ടിവേഴ്സ് അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. നല്ല പ്യുവർ ആക്ഷൻ കോമഡി സിനിമകളൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ചവറ പോലത്തെ സിനിമകളാണ് ഇറങ്ങുന്നത്. ഇത് ഒരു ജെം ഓഫ് മൂവിയാണ്. അതായത് എങ്ങനെ പറയണമെന്നും അറിയില്ല. ഐ ഹാഡ് ഫൺ. ലാസ്റ്റ് ഞാൻ ഇതുപോലൊരു സിനിമ കണ്ടത് ഹിറ്റ്മാൻസ് ബോഡി ഗാർഡാണ്. ആ ഒരു വൈബില്ലേ, അതായത് ഒരു ഫണ്ണായിരിക്കും, എന്നാൽ കുറേ ആക്ഷൻ സീൻസും നല്ല ഹെവി ആക്ഷൻ സീൻസും ഉണ്ടാവും. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ജോൺ സീനയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന്, അതുപോലെ ഇദ്രിസ് അൽബയാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നേറ്റോനെ രക്ഷിക്കാൻ പോകുന്നതാണ് സ്റ്റോറി. കിടിലൻ ഒരു റോളിൽ പ്രിയങ്ക ചോപ്രയുണ്ട്, ഒരു രക്ഷയില്ല. അതായത് ഇന്ത്യൻ ഒരു ആക്ട്രസിന് ഇതിനേക്കാളും നല്ലൊരു റോൾ ഇനി കിട്ടാനില്ല. അമ്മാതിരി റോൾ. ഇത്ര വലിയ രണ്ട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നിട്ടും പ്രിയങ്ക ചോപ്രയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. അത് വല്ലാത്തൊരു സംഭവം. ഞാൻ ആദ്യം വിചാരിച്ചത് കൊളാവുന്നു, പക്ഷെ രക്ഷയില്ല. ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്നാണ് സിനിമയുടെ പേര്. നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ കുറച്ച് ഫണ്ണായിട്ട് എന്തെങ്കിലും കാണണമെന്ന് തോന്നുകയാണെങ്കിൽ പക്ക മൂവിയാണ്.